അപ്പോൾ ഡോൾഫിൻ ബീച്ചിലൂടെ അകത്ത് കയറിയ നമ്മൾ ഗോഗ്ല ബീച്ചിലൂടെ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻട്രി പോയിൻ്റാണ് ഇത് കേട്ടോ. അപ്പുറത്താണ് താങ്ക് യു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിയിലോട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് സുഹൃത്തിൻ്റെ കടയുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വെട്ടുകല്ല്, പക്ഷേ നമ്മളത് ചെങ്കല്ലാണ്. പക്ഷേ ഇത് ഒരു മഞ്ഞ കളറിലുള്ള കല്ലാണ്. അത് വെച്ചാണ് ഇവർ സാധാരണ വീടുകൾ തേക്കാറില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. വീടുകൾ തേക്കാറില്ല. അപ്പോഴത്തേക്കും നമ്മൾ ആ പാർക്കിംഗ് ഏരിയയിലോട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ആ റൗണ്ടിലുള്ള പാർക്കിംഗ് ഏരിയ ഒരു വലിയ ആൽമരം, നിറച്ച് കിളികൾ വന്ന് ചേരുന്ന ആൽമരമാണ്. താഴെ കണ്ട കാഷ്ടം കിടക്കുന്ന കണ്ടാകിയ. അപ്പോഴത്തെ നമ്മൾ മുമ്പേ കണ്ട ആ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ റൗണ്ടിലുള്ള റിസോർട്ട്, ആർച്ചടിച്ച് വെച്ചിരിക്കുന്ന റിസോർട്ട്. അത് സിമെൻറ്റാണ് കേട്ടോ, ഫുള്ള് സിമെൻറ്റ് കൊണ്ട് വാർത്തിരിക്കുന്ന റിസോർട്ടാണ്. അപ്പോൾ കാണാൻ മനോഹരം. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ, നമ്മളിപ്പോൾ താമസിക്കുന്ന നമുക്ക് റൂം തന്ന സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം മഹാദേവ് അവിടെ നല്ല ബിസിയാണെന്ന് തോന്നുന്നു. 7:30 വരെയാണ് മഹാദേവിൻ്റെ കട വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് റൂമിലേക്ക് പോകും. രാവിലെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതലാണ് പുള്ളിയുടെ കട സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മളിങ്ങോട്ട് വരുമ്പോഴാണ് അത് അതായത് നമ്മൾ എൻട്രി പോയിൻറ്റിലേക്ക്, ദ്വീപിൻ്റെ എൻട്രി, ആ ഒരു എൻട്രി പോയിൻ്റ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മുടെ സുഹൃത്തിൻ്റെ കട. അപ്പോൾ അദ്ദേഹം നല്ല തിരക്കിലാണ്. അപ്പോൾ ഇവിടെ ഹെൽമെറ്റ് വെക്കാത്തതിന് പോലീസ് പിടിക്കുന്നത് കാണാം. ഇന്നലെയും ഉണ്ടായിരുന്നു ചെക്കിങ്. ഇന്ന് 1-ാം തീയതി തന്നെ ചെക്കിങ് ഉണ്ട്. അപ്പോഴത്തേ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഹലോ ഭായ്, भाई एक पानीपुरी दे सकता? पानीपुरी खाना है? क्या बात है भाई, एक नंबर है खाने का भाई। ओ भाई ओके जी। हाँ हाँ, गोगला बीच का नाम है भाई। हाँ जी. അപ്പോൾ അതെ ഭായിയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഭായി ഇപ്പോൾ ബിസിയാണ്. അപ്പോൾ അതെ ഇതാണ് ഭായിയുടെ കട. സൂപ്പറല്ലേ? തമാശനൊരു കാര്യം പറഞ്ഞാണ് അത് പുള്ളി സീരിയസ് ആക്കി. ഇത് കണ്ടോ, പാനിപ്പൂരി പൊളിച്ചെടുക്കാൻ പോവുക. ഇത് കണ്ടോ എത്ര പീസാ വന്നിരിക്കുന്നു നോക്കി. ഒരാവശ്യവും ഇല്ല. ഉച്ചയ്ക്കാണെങ്കിൽ അടിപൊളി ചിക്കൻ കറിയും ചപ്പാത്തിയും കഴിച്ചിട്ട് വന്നതാണ്. എനിക്ക് വേണ്ടി സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യമായിട്ട് ഈ ഭാഗത്തോട്ട് വന്നിട്ട് ഇന്നാണ് കോഴിയിറച്ചി കഴിച്ചത്. അതും ബായി ഉണ്ടാക്കി തന്നു. അപ്പോഴത്തേ നമ്മൾ ഇത് കഴിച്ചിട്ട് ഇനിയുള്ള കാഴ്ചകളിലേക്ക് പോവാം.